ഹായ്, നമുക്കിന്ന് ജോഗ്രഫിയിലെ പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ഒന്ന് നോക്കിയാലോ. വിലയും വിപണിയും എന്ന് പറയുന്ന ഒരു യൂണിറ്റാണിത്. എന്താണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്, എന്താണ് ഈ യൂണിറ്റിൻ്റെ കോർ കണ്ടന്റ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ ലെറ്റ്സ് ഗോ ടു പ്രൈസ് ആൻഡ് മാർക്കറ്റ്. സോ നിങ്ങളിവിടെ ഈ പിക്ചറിൽ കുറച്ച് സാധനങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഇതിൽ വീടുണ്ട്, കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട്, നമ്മളിവിടെ കുറച്ച് ഇമേജസ് കാണുന്നുണ്ട്. അതിൽ വീടുണ്ട് ആൻഡ് ഇതൊരു ക്യാമറ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ഒരു മീൽസ് കാണുന്നുണ്ട്. ഹിയർ ഒരു കുട്ടി വീഡിയോ ഗെയിം കളിക്കുന്ന കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വെഹിക്കിൾ, ഒരു കാറ് കാണുന്നുണ്ട് ആൻഡ് ക്ലോത്ത്സ് കാണുന്നുണ്ട് അല്ലേ. ഇതിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കാറില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റും. കാറില്ലെങ്കിലും മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു കാറോ വെഹിക്കിളോ ബൈക്കോ സ്കൂട്ടിയോ ഐവൻ സൈക്കിളോ അങ്ങനത്തെ ഒരു വാഹനമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്താനോ നമുക്ക് സർവൈവ് ചെയ്യാനോ പറ്റും. അതേപോലെ തന്നെയാണ് ദിസ് വൺ ക്യാമറ. ഈ ക്യാമറ ഇല്ലെങ്കിൽ നമുക്ക് ജീവിച്ചൂടെ? നമ്മൾ ക്യാമറ ഇല്ലെങ്കിൽ എന്താ, നമുക്ക് ബ്രീത്തിങ് പറ്റും, ലൈക്ക് നമുക്ക് ശ്വസിക്കാനും നമ്മുടെ ജീവൻ നിലനിർത്താനും നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാമറയുടെയോ ഒരു വെഹിക്കിളിൻ്റെയോ ഇത്തരത്തിലുള്ളൊരു ഗെയിം ഡിവൈസിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. പിന്നെ വസ്ത്രം, ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു നീഡാണ്, നമ്മുടെ ഒരു ആവശ്യമാണ്. മനുഷ്യൻ്റെ കോഗ്നിറ്റീവ് എബിലിറ്റി ഈസ് ഓൾവേസ് ഡിഫറെൻറ്റ് ഫ്രം ആനിമൽസ്. അതുകൊണ്ടാണ് മനുഷ്യൻ നാണം മറയ്ക്കുന്നതും വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒക്കെ. ആൻഡ് വി നീഡ് ടു പ്രൊട്ടക്റ്റ് അവർ ബോഡി ഫ്രം ക്ലൈമറ്റ്, ഡസ്റ്റ് ആൻഡ് വി ഹാവ് ദ ഫീലിംഗ് ഓഫ് ലൈക്ക് നമുക്ക് നാണം എന്ന് പറയുന്ന ഒരു ഫീലിംഗും കൂടെ ഉണ്ട്. ഐ മീൻ നമുക്ക് എന്താണ് ഒരു ഡിഗ്നിറ്റി, നമ്മുടെ ഡിഗ്നിറ്റിയുടെ ഭാഗമാണ് ദ വേ വി ഡ്രസ്ഡ്. നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത്, നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ ഡിഗ്നിറ്റിയുടെ ഭാഗം കൂടെയാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമാണ് വസ്ത്രം. അതേപോലെ തന്നെയാണ് വീട് അല്ലേ. വീട് എന്താണ്? വീട് വേണം നമുക്ക്. വീട് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു ഒരു പാർപ്പിടം നമുക്ക് വേണം, നമുക്കൊരു സെക്യൂരിറ്റി വേണം, നമുക്കൊരു തണൽ വേണം അല്ലേ. വീട് വേണം, നമുക്ക് ജീവിക്കുന്നെങ്കിൽ വീട് അത്യാവശ്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഭക്ഷണം. ഇതിലെല്ലാത്തിലും കൂടുതൽ അത്യാവശ്യമാണ് ഭക്ഷണം അല്ലേ. ഭക്ഷണവും വെള്ളവും കിട്ടിയാൽ മാത്രമാണ് മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ട 6 സാധനങ്ങളിലെ 3 സാധനങ്ങളില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. 3 അല്ലെങ്കിൽ 3 സാധനങ്ങളില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. എന്താണ്? we can survive without vehicles, without electrical devices, without games, video games ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. ക്യാമറ ഇല്ലെങ്കിലും മൊബൈൽ ഫോൺ ഇല്ലെങ്കിലും കമ്പ്യൂട്ടർ ഇല്ലെങ്കിലും വാഹനങ്ങളില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിവൈസുകളൊന്നും അല്ല. നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സർവൈവലിനെ, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടത് ഭക്ഷണവും വെള്ളവും എയർ അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മനുഷ്യൻ്റെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മീൻസ് മനുഷ്യൻ്റെ ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്, അനാവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും അതേപോലെ അത്യാവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയൊക്കെയാണ്. ഓക്കെ, ഭക്ഷണം മനുഷ്യൻ്റെ ആവശ്യമാണ്. അവിടെ അനാവശ്യമെന്നോ അത്യാവശ്യമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യന് എപ്പോഴും വേണ്ട സംഭവമാണ് ഭക്ഷണം. ഓക്കെ, സോ അതിനാണ് പ്രയോറിറ്റി വേണ്ടത്. ഓക്കെ, അതിനുശേഷം പാർപ്പിടം അല്ലേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സെക്യൂർഡ് ആയിട്ടുള്ള ജീവിതത്തിന് ഒരു പാർപ്പിടം, ഒരു വീട് അത്യാവശ്യമാണ്. അതേപോലെ തന്നെയാണ് വസ്ത്രവും അത്യാവശ്യമാണ്. നമ്മുടെ ഒരു ആവശ്യ വസ്തുവാണ് വസ്ത്രവും. ഇനി ഇവിടെ ബാക്കിയുള്ള എന്താണെങ്കിലും അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്ന വസ്തുക്കളെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താണ്? നമ്മുടെ ഓരോ വസ്തുക്കളെ, നമ്മൾ പല വസ്തുക്കളെ ഉപയോഗിക്കുന്നുണ്ട്, പല സാധന സേവനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെയൊക്കെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ നോക്കുന്നത്, നീഡ്സും വാണ്ട്സും. ഓക്കെ, മനുഷ്യൻ്റെ ആവശ്യങ്ങളെയും മനുഷ്യൻ്റെ ആവശ്യങ്ങളെയും അതേപോലെ നീഡ്സിനെയും ഒക്കെ മീൻസ് ആവശ്യങ്ങളെയും മനുഷ്യൻ്റെ നീഡ് എന്ന് പറഞ്ഞാലും ആവശ്യം തന്നെയാണ്, എന്നാലും അതേപോലെ തന്നെ മനുഷ്യൻ്റെ റിക്വയർമെൻറ്റ്സിനെയൊക്കെ നമുക്ക് 2-3 തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ കടന്നു വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് ആവശ്യമായിട്ട് വരുന്ന
സാധന സാമഗ്രികളെയും സേവനങ്ങളെയും ഒക്കെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ബേസിക് നീഡ്സ്. അതിനെയാണ് നമ്മൾ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി നീഡ്സ് ആണ്. അപ്പോൾ മനുഷ്യൻ്റെ അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളെയാണ് നമ്മൾ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ കടന്ന് ഉപയോഗിക്കുന്ന സാധന സേവന സാമഗ്രികളെ നമുക്ക് ബേസിക് നീഡ്സ് എന്നും വാണ്ട്സ് എന്നും, ബേസിക് നീഡ്സ് അത്യാവശ്യങ്ങളെന്നും വാണ്ട് ആഗ്രഹങ്ങളെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെ അല്ലെങ്കിൽ നമ്മൾ വീടടക്കമുള്ള സാധനങ്ങളെ നമുക്ക് ബേസിക് നീഡ്സ് എന്നും വാണ്ട്സ് എന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബേസിക് നീഡ്സിനെയാണ് പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ബേസിക് നീഡ്സ്? ബേസിക് നീഡ്സ് ആർ എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഹ്യൂമൻ ലൈഫ്. ഫോർ എക്സാമ്പിൾ, മനുഷ്യന്റെ ജീവൻ സർവൈവ് ചെയ്യണമെന്ന് മറ്റേതൊരു ഓർഗാനിസത്തെയും പോലെ ഭൂമിയിൽ അല്ലെങ്കിൽ മനുഷ്യന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ, ഫുഡ്, വാട്ടർ, ക്ലോത്ത്സ്, ഷെൽട്ടർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബേസിക് നീഡ്സ് ആർ ദ എസെൻഷ്യൽ നീഡ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്, or they are the primary needs of human life. മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ബേസിക് നീഡ്സ് അഥവാ പ്രാഥമിക ആവശ്യങ്ങൾ, അത് അല്ലെങ്കിൽ പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എയർ വായു, ഭക്ഷണം വാട്ടർ, ക്ലോത്ത്സ് വസ്ത്രം, പാർപ്പിടം ഷെൽട്ടർ. ഇനി വാണ്ട്സ് എന്താണ്? വാണ്ട്സ് നമ്മുടെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ആണ്. ഓക്കെ, ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യങ്ങളാണ്. നമുക്ക് അത്രയും പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളാണ്. എന്നാൽ വാണ്ടുകൾ എന്ന് പറയുന്നത് ആവശ്യങ്ങളാണ്, അതോടൊപ്പം തന്നെ അത് ആഗ്രഹങ്ങളും കൂടാണ്. ഓക്കെ, സോ വാണ്ട്സ് ഹെൽപ്പ് ലൈഫ് ആസ്പിറേഷൻ ബട്ട് നോട്ട് നെസസറി ഫോർ സർവൈവൽ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് നാളെ കാറ് വാങ്ങിക്കണം, ഫ്യൂച്ചറിൽ കാറ് വാങ്ങിക്കണം, വീട് വാങ്ങിക്കണം, കമ്പ്യൂട്ടർ വാങ്ങിക്കണം, ലാപ്ടോപ്പ് വാങ്ങിക്കണം, ഐഫോൺ വാങ്ങിക്കണം, അങ്ങനെ ഓരോ ഗോളുകൾ ഉണ്ടാവും. അങ്ങനത്തെ ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഈ പറയുന്ന ഐഫോണോ ലാപ്ടോപ്പോ വെഹിക്കിൾസോ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. മനുഷ്യൻ്റെ സേഫ്റ്റി കൺസേൺസ് ആണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ നീഡുകളുണ്ട്. അതാണ് ഫുഡ്, വാട്ടർ, ക്ലോത്ത്സ്, ഷെൽട്ടർ എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ സെക്യൂരിറ്റി നീഡ്സ് ആണ്, നമ്മുടെ സർവൈവൽ നീഡ്സ് ആണ്. സൈക്കോളജിക്കലി ദാറ്റ് ഈസ് അവർ സർവൈവൽ നീഡ്സ്. ഈ സർവൈവൽ നീഡ്സ് സാക്രിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നമ്മുടെ കംഫർട്ട് നീഡ്സ് വരും. നമ്മുടെ കംഫർട്ട്, നമ്മുടെ സന്തോഷങ്ങൾക്ക്, നമ്മുടെ സെൽഫായിട്ടുള്ള ഒരു നമ്മുടെ ഒരു സെൽഫായിട്ടുള്ള നമ്മുടെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടുള്ള നീഡ്സാണ് നമ്മൾ എറൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എറൈസ് ചെയ്യുന്ന നീഡുകളാണ് വാണ്ട് എന്ന് പറയുന്നത്. സോ വാണ്ട് എന്താണ്? നമ്മുടെ ലൈഫ് ആസ്പിറേഷൻസിനെ അച്ചീവ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ബട്ട് ഇതെന്താണ്? സർവൈവലിന് നെസസറി അല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറും വെഹിക്കിളും ഐഫോണും ഒക്കെ ആയിരിക്കാം നമ്മുടെ വാണ്ടുകൾ, നമ്മുടെ ആവശ്യങ്ങൾ. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, പക്ഷേ ഈ വാണ്ട്സ് എങ്ങനെയാണ്? നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മളൊരു സ്ട്രൈവ് ഉണ്ടാവും. വാണ്ട്സ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്ട്രൈവ് ഉണ്ടാവും. ബിക്കോസ് ഐ നീഡ് ടു ബൈ എ കമ്പ്യൂട്ടർ, ഐ നീഡ് ടു ബൈ എ കാർ, അങ്ങനെ ഒരു സ്ട്രൈവ് എപ്പോഴും നമുക്കുണ്ടാവും. ഓക്കെ, സോ വാണ്ട്സ് ആൻഡ് ബേസിക് നീഡ്സ് ആർ ഡിഫറെൻറ്റ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. വാണ്ട്സ് എന്ന് പറയുമ്പോൾ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ആണ്. ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളാണ്. മനുഷ്യന് ഇവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മനുഷ്യന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ബേസിക് നീഡ്സ് ഫുള്ളിഫിൽ ചെയ്തേ സാധിക്കൂ. അതേപോലെ തന്നെ ബേസിക് നീഡ്സ് ഒക്കെ ഫുള്ളിഫിൽ ചെയ്ത ഒരുത്തന് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഫുള്ളിഫിൽമെൻറ്റ് വരുമ്പോൾ മാത്രമാണ് വാണ്ട്സിന് പ്രസക്തി ഉണ്ടാവുന്നുള്ളൂ. അടുത്തത് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ആണ്. എന്താണ് ഇൻപുട്സ്, എന്താണ് ഔട്ട്പുട്ട്സ്? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പലപ്പോഴും ഇൻപുട്സ് ഔട്ട്പുട്ട്സ് എന്ന് പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. ഇൻപുട്ട് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ ഇൻപുട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കമ്പനി, ഒരു ഫാക്ടറിയിൽ ബ്രെഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്? വലിയ രീതിയിൽ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരുപാട് മെഷീൻസ് വേണ്ടി വരും, ബിൽഡിങ് വേണം, ആ ഒരു ഫാക്ടറി നിലനിൽക്കാനുള്ള ബിൽഡിങ് വേണം, ആ ബിൽഡിങ് നിൽക്കാൻ ലാൻഡ് വേണം, അവിടെ അതിന് ആ ഒരു കമ്പനി, ആ ഫാക്ടറി നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ആക്ച്വലി ഇൻപുട്ട്. ഫാക്ടേഴ്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലോ ഇത്തരത്തിലുള്ള മെഷീൻസും ബിൽഡിങ്ങും ലാൻഡും ഓർഗനൈസേഷനും ലാബറും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ഇൻപുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷനും മെഷീൻസും ബിൽഡിങ്ങും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൈനലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈനൽ ഔട്ട്പുട്ടില്ലേ, ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന സംഭവമില്ലേ, അതാണ് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത്
ഫാക്ടേഴ്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ആ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ബാക്ക്, വാട്ട് വി ഗെറ്റ് ബാക്ക്, നമുക്ക് റിട്ടേൺ കിട്ടുന്നതാണ് ഔട്ട്പുട്ട്. സോ പ്രൊഡക്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ട് എന്താണെന്ന് ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തു അല്ലേ. ഇൻപുട്ട് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആണ്. ഔട്ട്പുട്ട് എന്നത് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഇൻപുട്സ് ആണ്. സോ വാട്ട് ഈസ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ 3 കീ ടേംസ് ആണ് പഠിക്കുന്നത്. വി ഓൾറെഡി ലേൺഡ് വാട്ട് ഈസ് ബേസിക് നീഡ്സ് ആൻഡ് വാണ്ട്സ്. ദെൻ ഒരു 3 മേജർ ടേംസും കൂടെ ഇവിടെ നമുക്ക് നോക്കാനുണ്ട്. ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇത് ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇൻപുട്ട് പറഞ്ഞു, ഔട്ട്പുട്ട് പറഞ്ഞു ആൻഡ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്താണ്? ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ടുകളെ ഔട്ട്പുട്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്കിവിടെ നോക്കേണ്ടത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാനും കൂടെ ചാൻസ് ഉള്ളത്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഇൻക്രീസ് പ്രൊഡക്ഷൻ? ഉൽപാദനം കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കാം? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ വരാം. 4 മാർക്കിനൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. സോ നമ്മളിവിടെ പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സോ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും യൂട്ടിലൈസ് ചെയ്തിട്ട് പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷനെ നമ്മൾ ആദ്യം ഡിസ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ട് വേണം മെത്തേഡ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ എഴുതുക. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫോർ 4 മാർക്ക്, 4 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ എഴുതണം. സോ എനിവേ, എന്തൊക്കെ മാർക്കുകളാണ് നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നത്? ഒന്ന്, ഇൻപുട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളുടെ ക്വാളിറ്റി ഓഫ് ഇൻപുട്ട് കുഡ് ബി ഇൻക്രീസ്ഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളുടെ ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഇൻപുട്ടുകളുടെ ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ടെക്നോളജി ഉപയോഗിക്കാം. കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കും അല്ലെങ്കിൽ ഉൽപ്പാദനം നടക്കും. ഈ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെയാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോഴും പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവും. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും തമ്മിലുള്ള അല്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒരു ഫോർമുല ഉണ്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് Q is equal to F into NLKO ആണ്. ഓക്കെ, F into NLKO. അപ്പോൾ എങ്ങനെയാണ് Q എന്താണെന്ന് നോക്കാം. Q ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്ഷൻ. N എന്ന് പറയുന്നത് ലാൻഡ് ആണ്, L ലേബറും, C ക്യാപിറ്റലും, O ഓർഗനൈസേഷനുമാണ്. ഓക്കെ, F ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയാണ് F ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് F ഇൻറ്റു ദെൻ ബ്രാക്കറ്റിൽ ഈ നമ്പർ NLKO ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കണ്ടെത്താനുള്ള ഫോർമുലയാണ് Q ഈസ് ഈക്വൽ ടു F ഇൻറ്റു NLKO എന്ന് പറയുന്നത്. Q സ്റ്റാൻഡ് ഫോർ ടോട്ടൽ ഔട്ട്പുട്ട്. F ആൻഡ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഇനി നമുക്കിവിടെ ഫിക്സഡ് ഇൻപുട്ട്, 2 ടൈപ്പ് ഓഫ് ഇൻപുട്ടുകളുണ്ട്. അതും മേ ബി നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. 2 ടൈപ്പ് ഓഫ് ഇൻപുട്ട്സ് ആർ ദർ. 2 ടൈപ്പ് ഓഫ് ഇൻപുട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? വി ഹാവ് ഫിക്സഡ് ഇൻപുട്ട് ആൻഡ് വേരിയബിൾ ഇൻപുട്ട്. ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട്സ് ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് നമുക്കൊരു ചെറിയ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. അതായത് ലോങ് ടൈം ആയിട്ടുള്ള ഇൻപുട്ടുകളാണ് ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലാൻഡ് ഓർഗനൈസേഷനൊക്കെ നമ്മൾ ഈ വർഷം പുതിയ ലാൻഡ് ഉപയോഗിച്ചു, അടുത്ത വർഷം വേറെ ലാൻഡിലോട്ട് ഇൻഡസ്ട്രി മാറ്റുമൊന്നുമില്ല. അതൊരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഒരു ഫിക്സഡ് ഇൻപുട്ടാണ് ലാൻഡ് എന്ന്.
ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്നത്. വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്സ് ദാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തുന്നത് വേരിയബിൾ ഇൻപുട്ടിലാണ്. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ ഒരു ഇൻപുട്ടാണ്. ഈ വർഷം ഞാൻ 2025 ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയിലോട്ട് വേണ്ടിയിട്ട് എൻ്റെ ഫാക്ടറിയിലോട്ട് വേണ്ടിയിട്ട് 1 crore ആണ് മീൻസ് 1 crore റുപ്പീസിനുള്ള മിഷൻസും ഒക്കെയാണ് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് 1 crore 2026 എനിക്ക് അത് 2 crore ആക്കാം, അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യാം. ഓക്കെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് എന്തിലാണെങ്കിലും ഏത് ക്യാപിറ്റലിലാണെങ്കിൽ പോലും ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഡിഫറൻസ് വരുത്താം. ഓക്കെ, അതായത് വേരിയബിൾ ആവാം. വേരിയബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും ലേബർ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാവാം. അതേപോലെ തന്നെ നമുക്ക് വേരിയബിൾ ഇൻപുട്ട് എന്താണ്, നമുക്ക് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് അതിൽ മാറ്റം വരുത്താൻ സാധിക്കും. പിന്നെ നമ്മളിവിടെ 2 കമ്പാരിറ്റീവ് ടേംസ് പഠിക്കുന്നത്, വേരിയബിൾ ഇൻപുട്ടും ഫിക്സഡ് ഇൻപുട്ടും നമുക്ക് കമ്പാരിസൺ വരാം. അതേപോലെ തന്നെയാണ് കൺസപ്ഷൻ ആൻഡ് കൺസ്യൂമർ എന്ന് പറയുന്ന 2 ടേമുകളും. നമുക്കറിയാം, ഉപഭോഗവും ഉപഭോക്താവുമാണ് കൺസപ്ഷൻ ആൻഡ് കൺസ്യൂമർ. കൺസപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ അവർ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധന സേവനങ്ങളെ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനാണ് കൺസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൺസ്യൂമർ? ദ പേഴ്സൺ ഹു ബൈസ് ആൻഡ് യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ പേയിങ് ഫോർ ദം. ഗുഡ്സ് ആൻഡ് സർവീസസുകൾ ഉപയോഗിക്കുന്നവരും പേ ചെയ്തിട്ട് ഗുഡ്സ് ആൻഡ് സർവീസുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് കൺസ്യൂമർ. കൺസപ്ഷൻ ഈസ് ദ ബൈയിങ് ആൻഡ് യൂസിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ അവർ നീഡ്സ്. വെദർ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു ബൈസ് ആൻഡ് യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ പേയിങ് ഫോർ ദം. ഇനി നമ്മുടെ കൺസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതും ഇതേപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചെറുതോ വലിയ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസെപ്ഷൻ. കൺസെപ്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യങ്ങളും ടേസ്റ്റുകളും വ്യത്യസ്തമായിരിക്കും. ഞാൻ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങളോ ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന പെർഫ്യൂമുകളോ ആയിരിക്കില്ല നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ലൈക്ക് നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസുകളൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനും പ്രിഫറൻസിനും അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ക്ലിയർലി സൈക്കോളജിക്കൽ. നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനും പ്രിഫറൻസിനും അനുസരിച്ചുള്ള സാധനങ്ങളാണ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ ഇഷ്ടം. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം നമ്മൾ പേ ചെയ്ത് വാങ്ങിക്കില്ല. അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ അവയർനെസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മളൊരു വിൻ്റർ ആയിട്ടുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്, വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു വിൻ്റർ റീജിയനിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ടുള്ള ക്ലോത്തുകളാണ് നമ്മൾ കൺസ്യൂം ചെയ്യുക, അല്ലേ? വളരെ ഹോട്ട്, വളരെ ചൂടുള്ള ഒരു സ്ഥലത്ത്, ഒരു ഡെസേർട്ട് ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വിൻ്റർ ക്ലോത്തിൻ്റെ ഭയങ്കരമായിട്ട് ഫുൾ ടൈം ഡേയും നൈറ്റും ഒക്കെ നല്ല, ഡെസേർട്ട് അല്ല, ഡേയും നൈറ്റും ഒക്കെ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് വിൻ്റർ ക്ലോത്തിൻ്റെ ഒരു ഷോറൂം തുടങ്ങിയാൽ നമുക്ക് അവിടെ സക്സസ് ആവാൻ പറ്റില്ല. അവിടെ കൺസപ്ഷൻ കുറവായിരിക്കും. കാരണം നല്ല ചൂടാണ്. ആർക്കാണ് ഈ വിൻ്റർ ക്ലോത്ത്സ് ആവശ്യം ആ ടൈമിൽ? സോ എൻവയോൺമെൻറ്റൽ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എൻവയോൺമെൻറ്റൽ അവയർനെസ് ഈസ് ഓൾവേസ് ഇൻഫ്ലുവൻസിങ് കൺസപ്ഷൻ. ക്ലൈമറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഡ്രസ്സിങ് ഹാബിറ്റ്സ്, ഈവൻ നമ്മുടെ ലൈഫ് പാറ്റേൺസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അത് കൺസപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി, അല്ലേ? നമുക്കിപ്പോൾ ലൈക്ക് നമ്മൾ ചാർട്ട് ആൻഡ് തിങ്സ് എന്നൊക്കെ പറയും. നമുക്ക് പല സാധനങ്ങളുടെയും ഡ്യൂപ്ലിക്കേറ്റ്സും കിട്ടും, ഒറിജിനലും കിട്ടും. വാട്ട് വി നീഡ് ആക്ച്വലി ഈസ്, നമ്മളെപ്പോഴും നമ്മളൊരു ഹൈ കോസ്റ്റ് ഒക്കെ കൊടുത്തിട്ട്, വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ഒരു സാധനം, ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് അധികം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്തിനാണ്? ലൈക്ക് ഡ്യൂറബിൾ ആയിരിക്കണം, കുറച്ച് കാലം നമുക്കത് നീണ്ടു നിൽക്കണം, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു കാറ് വാങ്ങിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഒരു ഡിവൈസ്, ഒരു ലാപ്ടോപ്പോ ഒരു ഫോണൊക്കെ വാങ്ങിക്കുമ്പോഴോ നമ്മൾ കുറച്ച് ഹൈ എമൗണ്ട് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വി നീഡ് ക്വാളിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി. കുറച്ച് കാലം അത് നിലനിൽക്കണം, നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കണം. അതേപോലെ തന്നെ ആ ഒരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ആ ഒരു തിങ് നമുക്ക് റിലയബിൾ ആയിരിക്കണം, നമുക്ക് വിശ്വസനീയമായിരിക്കണം. അതേപോലെ തന്നെ കൺസപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു സാധനം, ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ മെഷർ ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന പല സാധനങ്ങളും ഉണ്ട്, അല്ലേ? വെജിറ്റബിൾസ് ആയിരിക്കാം, റൈസ് ആയിരിക്കാം, പിന്നെ ഇപ്പോൾ ഗോൾഡ് പോലെയുള്ള മെറ്റൽസ് ആയിരിക്കാം. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലിയും കൂടെ അതിനെ മെഷർ ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺലി ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റും കൂടെ ഉണ്ട്.
സോ മെഷർ ആൻഡ് വെയിറ്റ് കറക്റ്റ് ആയിരിക്കണം. അത് കൺസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഫെയർ പ്രൈസ് അല്ലേ, ഒരു സാധനത്തിൻ്റെ വില നല്ല കൂടി നിൽക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറയും. ഓക്കെ, നമുക്ക് ഗോൾഡിൻ്റെ കാര്യം ഓർത്താൽ മതി. നല്ല വില കൂടി നിൽക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കാനുള്ള ആളുകളുടെ പർച്ചേസിങ് പവർ പാരിറ്റി ഡിക്രീസ് ആവും. കുറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ ആ ഫെയർ പ്രൈസാണ് നമ്മളെപ്പോഴും സീക്ക് ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മുടെ കൺസെപ്ഷനെ വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബൂസ്റ്റും കോംപ്ലാനും ഒക്കെ പോലെയുള്ള ഹെൽത്ത് ഡ്രിങ്ക്സ് എന്ന് പറയപ്പെടുന്ന സംഭവങ്ങളൊക്കെ പലരും വാങ്ങി ഉപയോഗിക്കുന്നത് ഈ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം. അഡ്വർടൈസ്മെൻറ്റ്സ് എപ്പോഴും നമ്മുടെ ടേസ്റ്റുകളെ, പ്രിഫറൻസുകളെ, അതേപോലെ തന്നെ നമ്മുടെ വാണ്ടുകളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലക്ഷറി ബ്രാൻഡുകളുടെ പരസ്യം, കോസ്മെറ്റിക്സിൻ്റെ പരസ്യം, ഡ്രസ്സുകൾ, ടെക്സ്റ്റൈൽസുകൾ, ജ്വല്ലറീസ്, അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. It is actually based on advertisements now onwards. Nowadays people choosing where to purchase, എവിടെ പർച്ചേസ് ചെയ്യണം, എന്ത് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് it is actually according to the advertisements that we seen around us. നമ്മുടെ ചുറ്റും കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ബേസിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അട്രാക്റ്റീവ്നെസ്. ഓക്കെ, നമുക്ക് ഒരു കാഴ്ചയ്ക്ക് ഒരു ഭംഗി കാണണം. നമ്മളൊരു സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് അട്രാക്റ്റീവ്നെസ് നമുക്ക് ഉണ്ടാവണം അതിനോട്. ഐ മീൻ അതിൻ്റെ കളറായിരിക്കാം, അതിൻ്റെ മറ്റേതെങ്കിലും ക്വാളിറ്റി ആയിരിക്കാം, നമ്മളത് അട്രാക്റ്റ് ചെയ്യണം. ഈവൻ അതിൻ്റെ അപ്പിയറൻസ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. നമ്മളൊരു ഗാഡ്ജറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ അട്രാക്റ്റീവ്നെസ്സും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. And it is influencing the kind of it is one of the most important factors that influencing the consumption. ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. ലൈക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസെപ്ഷൻ ഒക്കെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ പോയിന്റ്സ് നമ്മൾ എന്തായാലും നോക്കണം. അടുത്തത് സസ്റ്റൈനബിൾ കൺസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സസ്റ്റൈനബിൾ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലേ. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പം സസ്റ്റൈനബിൾ കൺസെപ്ഷനും it is something related to sustainable development. So let's see what is sustainable consumption is. So consumption of goods and services that minimize environmental impact can be termed as sustainable consumption. പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾ കുറച്ചുകൊണ്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപയോഗത്തിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ കൺസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും സസ്റ്റൈനബിൾ കൺസെപ്ഷനും സസ്റ്റൈനബിൾ പ്രൊഡക്ഷനും ഒക്കെ നമ്മുടെ ഡെവലപ്മെൻ്റൽ അജണ്ടകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പാരിസ്ഥിതിക ശോഷണവും പാരിസ്ഥിതിക മലിനീകരണവും പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ കൺസെപ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രകൃതിയെ മാക്സിമം ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയല്ല വേണ്ടത്. പ്രകൃതി എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിന് അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ എൻവയോൺമെൻറ്റിനെ വലിയ രീതിയിൽ ഡീക്കേ ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവുന്ന രീതിയിലുള്ള കൺസെപ്ഷൻ ഒരിക്കലും നമ്മൾ നടത്തരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെയാണ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ, സസ്റ്റൈനബിൾ കൺസെപ്ഷൻ എന്ന് പറയുന്ന രണ്ട് ടേമുകളുടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഇതിൻ്റെ സസ്റ്റൈനബിൾ കൺസെപ്ഷൻ പോലെ തന്നെയാണ്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് മിനിമൈസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആണ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ. സസ്റ്റൈനബിൾ പ്രൊഡക്ഷന് കുറേ ഗോളുകളുണ്ട്. ഇതും നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ് പ്രൊഡ്യൂസ് ഗുഡ്സ് വിത്ത് മിനിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ചൂഷണം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് പ്രകൃതി വിഭവങ്ങളുടെ ശോഷണത്തിന് ഇടയാവും. അപ്പോൾ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഗോൾ എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ഷൻ നടത്താതിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ചൂഷണം ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വാറിയിങ്ങിനൊക്കെ പാറ പൊട്ടിക്കൽ, അതിനൊക്കെ വളരെ നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ഉള്ളത്. ഈ മത്സ്യങ്ങളുടെ പ്രചരണ കാലത്ത് അതിനെ മത്സ്യബന്ധനം ചെയ്യരുത് എന്ന് പറഞ്ഞ് ട്രോളിംഗ് ഒക്കെ നിരോധനം ഏർപ്പെടുത്തുന്നത്, അതൊക്കെ ഈ പറയുന്ന സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ്റെയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസെപ്ഷൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളതാണ്. പ്രൊഡക്ഷൻ മൂലം ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് നമ്മൾ കുറയ്ക്കണം. അതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എഫ്ലുവൻസ് ഒക്കെ കുറച്ചുകൂടെ മാനേജ് ചെയ്യണം. പിന്നെ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം. റീസൈക്ലിംഗ്, പല പ്രൊഡക്റ്റിൻ്റെയും റീസൈക്ലിംഗ്, പുനരുപയോഗം നമ്മൾ എൻകറേജ് ചെയ്യണം. എനർജി കൺസർവേഷൻ നമ്മൾ എൻഷുർ ചെയ്യണം. സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്, പ്രൊഡക്ഷനിൽ ഈ മിഷൻസും റിസോഴ്സസും മാത്രമല്ല, പലരും ജീവൻ പണയം വെച്ചിട്ടാണ് പല പ്രൊഡക്ഷൻ പ്രോസസ്സുകളുടെയും ഭാഗമാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വർക്കേഴ്സിൻ്റെ സേഫ്റ്റി,
അത്തരത്തിലുള്ള തൊഴിലാളികളുടെ സേഫ്റ്റി അത് നമ്മുടെ പ്രൈം കൺസേൺ ആണ്. പ്രൊഡക്ഷൻ നടത്തുക, ലാഭം ഉണ്ടാക്കുക, അത് സർക്കുലേറ്റ് ചെയ്യുക എന്നതിലുപരി നമ്മളെപ്പോഴും മാനവികതയോടെ കാണുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റ് ആണ് മനുഷ്യർ അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് എന്നുള്ളത്. ആ വർക്കേഴ്സിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതും സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഗോളാണ്. അപ്പോൾ ഇനി നമ്മൾ സസ്റ്റൈനബിൾ പ്രൊഡക്ഷനും കൺസെപ്ഷനും പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ബ്രോൺട്ട്ലാൻഡ് കമ്മീഷൻ ആണ് ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. പലതരത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന്. എന്നാലും ബ്രോൺട്ട്ലാൻഡ് കമ്മീഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് പ്രസൻറ്റ് നീഡ്സ് വിത്തൗട്ട് കോംപ്രമൈസിങ് ഫ്യൂച്ചർ ജനറേഷൻസ് എബിലിറ്റി ടു മീറ്റ് ദർ നീഡ്സ്. നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കുന്നതിനോടൊപ്പം തന്നെ നാളെ വരുന്ന ജനറേഷന് അവരുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള റിസോഴ്സുകൾ ഇവിടെ ബാക്കി വെക്കുകയും ചെയ്യണം എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് എന്ന് അറിയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ യുണൈറ്റഡ് നേഷൻസ് സെറ്റ് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻ 2015. 2030 അച്ചീവ് ചെയ്യേണ്ടത് എന്ന അജണ്ടയിൽ വെച്ചിട്ടുള്ള 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 2015 യുണൈറ്റഡ് നേഷൻസ്, അതായത് നമ്മുടെ ഐക്യരാഷ്ട്രസഭ പബ്ലിഷ് ചെയ്യുകയുണ്ടായി അല്ലെങ്കിൽ നിർമ്മിക്കുകയുണ്ടായിട്ടുണ്ട്. 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ SDGs സെറ്റ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ്. അത് അച്ചീവ് ചെയ്യേണ്ട ടെന്യൂറാണ് 15 വർഷം. അതായത് 2030 അത് അച്ചീവ് ചെയ്യണം എന്ന ഒരു ഗോളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് നമുക്ക് നോക്കാം. 1 നോ പോവർട്ടി, 2 സീറോ ഹങ്കർ, 3 ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പിന്നെ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ഓൺ ലാൻഡ്സ്. ഇങ്ങനെ കുറേ, അതായത് കുറച്ചുകൂടെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള നിലനിൽപ്പിന്, മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും കോ എക്സിസ്റ്റൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഉണ്ടായിരുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഉണ്ടായിട്ടുള്ളത് 17 എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നടത്തുന്ന ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, ഈവൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലാതെ നമ്മളിവിടെ നടത്തുന്ന ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് പ്രകൃതിക്ക് വലിയ രീതിയിലുള്ള ഡാമേജുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൻ്റെ എഫക്ട്സ് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. സോ വാട്ട് ആർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ഡെവലപ്മെൻറ്റ്? വികസനം നമുക്ക് ഉണ്ടാക്കുന്ന വികസനത്തിൻ്റെ പ്രതികൂല വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. 1, നമ്മുടെ വയലുകൾ, ഫീൽഡ് വർക്ക് കൺവേർട്ടഡ് ഇൻ ടു കൺസ്ട്രക്ഷൻ. നെൽവയലുകളൊക്കെ തന്നെ കൺസ്ട്രക്ഷൻ ലാൻഡുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വനനശീകരണം ഉണ്ടാവുന്നുണ്ട്. അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, അശാസ്ത്രീയമായിട്ടുള്ള വ്യാവസായിക പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് എൻവയോൺമെൻ്റലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഭക്ഷ്യക്ഷാമം, ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടാവുന്നുണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ചൂരൽമര ദുരന്തവും അതേപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മൾ കേട്ടു അല്ലേ. ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ, ഭോപ്പാൽ ട്രാജഡി ഒക്കെ നമ്മൾ കേട്ടതാണ്. പൊല്യൂഷൻ, എൻഡേജർ ഓഫ് സ്പീഷ്യസ്, പല ജീവികളും വംശനാശം സംഭവിച്ചു പോകുന്നു. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വികസനത്തിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ എഫക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, വികസന പ്രവർത്തനങ്ങളുടെ പ്രതികൂല വശങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി എന്താണ് വികസനം മൂലം ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. 1, നമ്മൾ സയന്റിഫിക് ആയിട്ട് ലാൻഡ് ഉപയോഗിക്കണം. ലാൻഡ് ഉപയോഗം വളരെ, ഇപ്പോൾ ഈ ലാൻഡ് ഇറോഷൻ, ഡെബ്രിസ് ഫാൾ, അതായത് ഉരുൾപൊട്ടൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ തടയാനായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ലാൻഡ് യൂസ് ചെയ്യണം. പ്രകൃതിയുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലോലമായിട്ടുള്ള പ്രദേശങ്ങളിലൊന്നും പോയി നമ്മൾ വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസും മറ്റും ചെയ്യരുത്. പിന്നെ ടെറസ്ഡ് ഫാമിംഗ് ഒക്കെ, ഹില്ലുകളിലൊക്കെ ടെറസ്ഡ് ഫാമിംഗ് പോലെയുള്ള തട്ടായിട്ടുള്ള കൃഷികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. റിവർ ബാങ്കുകളിൽ, നദീതീരത്തും അതേപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയി നമ്മൾ ലാർജ് കൺസ്ട്രക്ഷൻസ് നടത്തരുത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. സോ ഇതൊക്കെ വഴി നമുക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെന്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വികസനത്തിന്റെ പ്രകൃതി ആഘാതങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ 4 മാർഗങ്ങളും കൂടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം.
ഇനി നമ്മൾ ഇവിടെ ലൈക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ എന്ന് പറയുന്ന ടേം പഠിച്ചു അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. ഇത് എൻവയോൺമെന്റൽ കൺസെപ്ഷൻ ആൻഡ് അതേപോലെ കൺസെപ്ഷൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന 2 ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് റിലേഷൻഷിപ്പ്? അപ്പോൾ അവിടെ നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ ആൻഡ് കൺസെപ്ഷൻ എന്ന് മനസ്സിലാക്കണം. പ്രൊഡക്ഷൻ നടത്തുന്നവർ പ്രൊഡ്യൂസേഴ്സും കൺസെപ്ഷൻ ചെയ്യുന്നവർ കൺസ്യൂമേഴ്സും ആണ് അല്ലേ. അതും നമ്മൾ മനസ്സിലാക്കണം. സോ പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ്, കൺസ്യൂമേഴ്സ് പേ പ്രൈസ് ഫോർ ഗുഡ്സ് അല്ലേ. ഇതാണ് പ്രൈമറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സും സർവീസസും സപ്ലൈ ചെയ്യുന്നു, കൺസ്യൂമേഴ്സ് അത് പേ ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്നു. കൺസ്യൂമേഴ്സ് ആണ് ലേബറിനെ പ്രൊവൈഡ് ചെയ്യുന്നത്, തൊഴിലാളികളെ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊഡ്യൂസേഴ്സ് ആണ് ആ ലേബേഴ്സിന് വേജ് കൊടുക്കുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഇൻക്രീസസ് പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. എങ്ങനെയാണ് പ്രൊഡക്ഷനും എംപ്ലോയ്മെന്റും എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഡിമാൻഡിന് അനുസരിച്ചിട്ടാണ്. ഇനി മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എന്താണ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ നോക്കണം. മാർക്കറ്റിംഗ് എന്താണ് അറിയാം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിപണനമാണ് മാർക്കറ്റിംഗ്. എന്താണ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെലിവറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി ത്രൂ സെല്ലേഴ്സ്. കച്ചവടക്കാരിലൂടെ നേരിട്ട് സാധനങ്ങളും സേവനങ്ങളും കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുക. മാർക്കറ്റ് എന്താണ്? മാർക്കറ്റ് ഈസ് ദ സിസ്റ്റം വെർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആവശ്യക്കാർ, ബയേഴ്സ് വാങ്ങേണ്ടവർ, ആവശ്യക്കാരും വിൽപ്പനക്കാരും അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഫിസിക്കൽ പ്ലേസിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് എന്നും എന്താണ് മാർക്കറ്റ് എന്നും നോക്കി. ഇനി മാർക്കറ്റുകളുടെ ഫീച്ചേഴ്സ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ സവിശേഷതകൾ. മാർക്കറ്റിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, കച്ചവടക്കാരെയും കച്ചവടക്കാരെയും കാണാൻ പറ്റും. ബൈ ചെയ്യുന്നവരെ, വാങ്ങിക്കുന്നവർ അല്ലെങ്കിൽ ഉപഭോക്താക്കളെയും നമുക്ക് കാണാൻ പറ്റും. പ്രസൻസ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇസ് എ ഫീച്ചർ ഓഫ് മാർക്കറ്റ്. പ്രൈസ് ഡിറ്റർമിനേഷൻ, വില നിശ്ചയം മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഒരു മാർക്കറ്റിലെ ബയേഴ്സിനും സെല്ലേഴ്സിനും ഒരേ ഇമ്പോർട്ടൻസ് ആണുള്ളത്. പിന്നെ പ്രൊഡക്റ്റ് എന്ത് വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. ചാൻസ്, ഓപ്പർച്യൂണിറ്റി, അവസരം നമുക്കുണ്ട് ഒരു മാർക്കറ്റിൽ അല്ലേ. നമ്മൾ മാർക്കറ്റിലോട്ട് വെജിറ്റബിൾ വാങ്ങാൻ പോയി, കടക്കാരൻ പറഞ്ഞു നിങ്ങൾ ക്യാബേജ് വാങ്ങിച്ചോളൂ പറഞ്ഞാൽ നമ്മൾ ആ ക്യാബേജ് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരില്ല. നമുക്ക് എന്തുണ്ട്? വി ഹാവ് ആൻ ഓപ്ഷൻ. നമുക്ക് എന്തുണ്ട്? നമുക്ക് ഓപ്ഷൻ ഉണ്ട്. എന്ത് വാങ്ങിക്കണം എന്നുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. കാരണം നമ്മളാണ് അതിന് വി ആർ പേയിങ് ഫോർ ദാറ്റ്. സോ നമുക്ക് വി ഹാവ് ദ ഓപ്ഷൻ ടു ചൂസ് വാട്ട് ഷുഡ് വി ബൈ. നമ്മൾ എന്ത് വാങ്ങിക്കണം എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ, പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ മാർക്കറ്റിൽ ഉപയോഗിക്കും. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസയർ ഫോർ എ കൊമോഡിറ്റി ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. ഒരു കൊമോഡിറ്റിക്ക് മീലെയുള്ള ഒരു ബാക്കപ്പാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ആക്ച്വലി ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. ഒരു സാധനത്തോടുള്ള ആവശ്യമാണ് ആക്ച്വലി ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിങ്ങും ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റും അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റും, മാർക്കറ്റുകളുടെ സവിശേഷതയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മാർക്കറ്റുകളിലുള്ള ഒരു പുതിയ പ്രവണതയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ഒരു പ്രവണതയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസിങ് ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് ഇൻ്റർനെറ്റ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റും ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് സാധന സേവനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിൽ പല ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങുകളുണ്ട്. ഓൺലൈൻ മാർക്കറ്റിംഗ്, വെബ് മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയപ്പെടാം. ഇനി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. ഇത് രണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സവിശേഷതകളും ചെറിയ മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ പേരുകൾ ഓൾസോ കോൾഡ് ഒക്കെ എഴുതിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. എന്തൊക്കെയാണ്?
ഫസ്റ്റ് ഓഫ് ഓൾ ഡിജിറ്റൽ മാർക്കറ്റ് ഇൻ്റർനെറ്റ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സും മാർക്കറ്റും തമ്മിലൊരു ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവുന്നില്ല. കൺസ്യൂമർ നീഡ് നോട്ട് ടു വിസിറ്റ് മാർക്കറ്റ്സ്. പ്രൊഡക്ട്സ് ക്യാൻ ബി പർച്ചേസ്ഡ് ഗ്ലോബലി. പ്രൊഡക്ട്സ് നമുക്ക് ഗ്ലോബലി പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ടൈം സേവിങ് ആണ് ചെയ്യുന്ന ഒരു ഇറ്റ് വിൽ സേവ് ടൈം. ബിക്കോസ് നമുക്ക് ഇതിൽ കുറേ ടൈം നമുക്ക് യാത്ര ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറേ ടൈം ഹെവി ആയിട്ടുള്ള ഒരു ബേർഡനും വരുന്നില്ല. വി കൻ ചൂസ് വാട്ട് എവർ വി വാണ്ട് ഫ്രം അവർ ഫോൺ ഓർ നമ്മുടെ ഒരു ഫേസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സവിശേഷതകളായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും നമുക്കൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെയാണ് മാർക്കറ്റും മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ച് പോരായ്മകളുണ്ട്. അതും നമുക്ക് മേ ബി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടെ എഴുതാവുന്നതാണ്. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒന്ന് സ്കാംസിൻ്റെ റിസ്ക് ആണ്, അതായത് പറ്റിക്കപ്പെടാനുള്ള സാധ്യത. സ്കാം അറിയാലോ, ടിപ്പുകൾ ഇവിടെ കൂടുതലാണ്. അൺറിലയബിലിറ്റി, നമുക്ക് എല്ലാ സോഴ്സുകളും വിശ്വസനീയമല്ല. ട്രഡീഷണൽ മാർക്കറ്റുകളുടെ തകർച്ചയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റുകൾ കാരണമാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓൺലൈനായിട്ട് നമ്മളെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ സാധാരണ ഉള്ള വെൻഡേഴ്സിന് അത് ബാധിക്കും, അവരുടെ കച്ചവടത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവും. അതേപോലെ തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഡാറ്റ അവിടെലോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു വൈഡ് നെറ്റ്വർക്കിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡാറ്റ ലീക്കേജിന് അത് സാധ്യത ഉണ്ട്, അവിടെ അത് അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പലർക്കും ഡിജിറ്റൽ അവയർനെസ് ഇല്ല. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ സ്കാമുകളിൽ പെടാനും പേഴ്സണൽ ഡാറ്റ ലീക്കേജ് ഉണ്ടാവാനും അതേപോലെ തന്നെ ഡിജിറ്റൽ അവയർനെസ് ഇല്ലാത്തതിൻ്റെ എല്ലാ കോൺസിക്വൻസസും അനുഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ നോക്കാനുള്ളത്. ഇത്രയും കണ്ടന്റ് പഠിച്ചു വയ്ക്കുമ്പോൾ തന്നെ ഈ യൂണിറ്റിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.